നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. യുഎഇയിൽ ആദ്യ കൊറോണ വൈറസ് രോഗബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പരക്കുന്നത് വ്യാജ വാർത്തകളെന്ന് അധികൃതർ. യുഎഇ ആരോഗ്യ മന്ത്രാലയമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് തന്നെ. കൊറോണ വൈറസിനെ തുടർന്ന് 270 പേർ മരിച്ച ചൈനീസ് നഗരമായ വുഹാനിൽ നിന്നെത്തിയ കുടുംബത്തിനാണ് രോഗബാധ യുഎഇ സ്ഥിരീകരിച്ചത് തന്നെ. രോഗബാധിതർ നിലവിൽ മെഡിക്കൽ നിരീക്ഷണത്തിലാണെന്നും യുഎഇ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ രാജ്യത്തെ ആരോഗ്യ സംവിധാനം വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും എല്ലാവരുടെയും ആരോഗ്യവും സുരക്ഷയും ഉറപ്പു നൽകുന്ന വിധത്തിൽ മന്ത്രാലയം സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും കൂട്ടിച്ചേർക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ പരക്കുന്ന വ്യാജ വാർത്തകൾക്കെതിരെ യുഎഇ കടുത്ത നടപടികളുമായി രംഗത്തെത്തി. ഇതേ തുടർന്ന് യുഎഇയിലെ വിവിധ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചെന്ന തരത്തിൽ വ്യാജ വാർത്തയും പ്രചരിച്ചിരുന്നു. യുഎഇ ദിനപത്രമായ ഖലീജ് ടൈംസിന്റെ വെബ്സൈറ്റിലെ ഒരു വാർത്ത എഡിറ്റ് ചെയ്തുണ്ടാക്കിയ വ്യാജ ചിത്രം സഹിതമാണ് വാർത്ത പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ. കൊറോണ വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ ഫെബ്രുവരി 2 മുതൽ രാജ്യത്തെ എല്ലാ സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചെന്നാണ് വ്യാജ വാർത്തയുടെ ഉള്ളടക്കം വ്യക്തമാക്കുന്നത് തന്നെ. എന്നാൽ ഇത് അസത്യമാണെന്ന് ഖലീജ് ടൈംസ് അധികൃതർ വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തി. ജനുവരി 30 പ്രസിദ്ധീകരിച്ച മറ്റൊരു വാർത്തയുടെ തലക്കെട്ട് എഡിറ്റ് ചെയ്ത് മാറ്റിയാണ് വ്യാജ വാർത്ത ഉണ്ടാക്കിയെന്ന് ഖലീജ് ടൈംസ് അധികൃതർ അറിയിക്കുകയുണ്ടായി. ചൈനയിൽ നിന്ന് വന്ന ഒരു കുടുംബത്തിലെ 4 പേർക്കാണ് യുഎഇയിൽ കൊറോണ വൈറസ് സ്ഥിരീകരിച്ചത് തന്നെ. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും 14 ദിവസം നിരീക്ഷിച്ച ശേഷം ഡിസ്ചാർജ് ചെയ്യുമെന്നും കഴിഞ്ഞ ദിവസം അധികൃതർ അറിയിച്ചുകൊണ്ട് രംഗത്തേക്കും എത്തിയിരുന്നു. യുഎഇയിൽ വീണ്ടും കൊറോണ ബാധ സ്ഥിരീകരിച്ചെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു. ഇത് വാസ്തവവിരുദ്ധമാണെന്ന് അധികൃതർ പിന്നീട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തി. വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് പോലീസും അറിയിച്ചുകൊണ്ട് രംഗത്തെത്തി. ഇതിനാൽ തന്നെ വ്യാജ വാർത്തകൾ പ്രചരിക്കരുതെന്നും സമൂഹ മാധ്യമങ്ങൾ കൂടുതൽ സൂക്ഷ്മതയോടെ തന്നെ കൈകാര്യം ചെയ്യണമെന്നും പ്രവാസികളോട് പറഞ്ഞുകൊള്ളട്ടെ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.